അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, CH മുസ്തഫയുടെ ചില ഉഡായിപ്പുകളുണ്ട്. CH മുസ്തഫ ഹദീസിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ മുസ്തഫ പറയണത് ഹദീസിൻ്റെ ഉത്ഭവം അതൊരു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണെന്നാണ്. അതായത് ഹിജ്റ 200 ശേഷമാണ് ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി ഇവരൊക്കെ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ ഏറെക്കുറെ ബുഖാറ, സമർക്കന്ത്, സജിസ്ഥാൻ, നൈസാബൂർ തുടങ്ങി മധ്യേഷ്യൻ മേഖലകളിലുള്ളവരാണ്. മുസ്തഫ പറഞ്ഞത് ഇവർക്കൊന്നും അറബി അറിയുമായിരുന്നില്ല, പിന്നീട് അറബി പഠിച്ചുണ്ടാക്കിയാണ്. ഇത് കേട്ടാൽ തോന്നുന്ന മുസ്തഫ അറബി വംശജനാണ്, അറബി നാട്ടിൽ ജനിച്ച് മൂപ്പർ അറബിയിലൊക്കെ വളരെ അവഗാഹം നേടിയിട്ടാണെന്നൊക്കെ പറയണതെന്നാണ്. ആട്ടെ, മൂപ്പര നമ്മൾക്കൊരു അറബി വലിയ മഹാപണ്ഡിതനായിട്ട് അംഗീകരിക്കാം. എന്നാൽ തന്നെ ഒരു മനുഷ്യൻ അയാൾ അറബി ഭാഷ പഠിച്ചെടുത്താൽ ആ ഭാഷയിൽ അയാൾക്ക് സംസാരിക്കാനും ഗ്രന്ഥങ്ങൾ രചിക്കാനും ആ ഭാഷയിലുള്ള സംഗതികൾ പഠിക്കാനും ഒക്കെ കഴിയില്ലേ. രണ്ടാമത് മുസ്തഫ പറയുന്നത് 200 ശേഷം ജീവിച്ചിട്ടുള്ള ഈ ആളുകൾ അവരൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ്, അതായത് അമവി ഭരണാധികാരികളുമായിട്ടുള്ള ഗൂഢാലോചനയുടെ തുടർന്നാണ് അവർ ഹദീസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് CH മുസ്തഫയുടെ ചരിത്രബോധം മനസ്സിലാക്കാൻ കഴിയും. മൂപ്പര് വലിയ ചരിത്രകാരനാണ് എന്ന് നമുക്ക് സമ്മതിക്കാം. കാരണം ഉമവി ഭരണാധികാരികളുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണല്ലോ ഈ 6 പണ്ഡിതന്മാരും ഹദീസ് മുസ്തഫൻ്റെ ഭാഷയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഉമവി ഭരണകൂടം എന്നാണ് നിലംപൊത്തുന്നത് ഹിജ്റ 132 132 ഉമവി ഭരണകൂടം നിലംപൊത്തുകയും അബ്ബാസികൾ അധികാരത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് മുസ്തഫ പറഞ്ഞത് ഉമവി ഭരണാധികാരികളുടെ താല്പര്യത്തിന് വേണ്ടി അവരുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇവർ ഹദീസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ മുസ്തഫ പറയുന്ന ഒരു കാര്യം, ഇവർക്ക് ആരാണ് ഇതിന് അധികാരം കൊടുത്തിട്ടുള്ളത്? അതായത് ഹദീസ് അതിൻ്റെ സിഹത്ത്, പ്രാബല്യവും അതിൻ്റെ ദുർബലതയുമൊക്കെ നിർണ്ണയിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തിട്ടുള്ളത്? അപ്പോൾ മുസ്തഫക്ക് ഇതൊക്കെ പറയാൻ ആരാണ് അധികാരം കൊടുത്തതെന്ന് ചോദിക്കേണ്ട. കാരണം മുസ്തഫക്ക് അള്ളാഹു നേരിട്ട് ഇതിനൊക്കെയുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മുസ്തഫ അവരെ ചോദ്യം ചെയ്യുകയും മുസ്തഫ ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണത്. അപ്പോൾ മുസ്തഫ അധികാരം കിട്ടിയിട്ടുള്ള ആളാണ്, മറ്റവർക്ക് അധികാരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അതിന് അർഹതല്ല. പിന്നെ മുസ്തഫ പറയുന്നത് ഈ ക്രൈറ്റീരിയ, അതായത് ഇതിൻ്റെ നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ ഇവരെന്നെ ഉണ്ടാക്കി, എന്നിട്ട് അവർ തന്നെ സഹീഹും ലഈഫും ഒക്കെ നിർണ്ണയിച്ചു, എന്നിട്ട് അവർ തന്നെ അത് സ്വീകാര്യമാണ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് മുസ്തഫ അതിന് ഒരു ഉദാഹരണം പറഞ്ഞത്, PhD എടുക്കുന്ന ആൾ, അതിന് അയാൾക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ വിഷയം നിർണ്ണയിക്കണം, എന്താണ് വിഷയം എന്നുള്ളത് നിർണ്ണയിച്ചിട്ട് അതിൻ്റെ റെഫറൻസ് പിന്നെ തിരഞ്ഞെടുക്കണം, ആ റെഫറൻസ് എഴുതി കൊടുക്കണം. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഒരാൾക്ക് PhD എടുക്കാൻ കഴിയാന്ന്. അപ്പോൾ ഇതനുസരിച്ച് ഈ മുഹദ്ദിസുകളൊക്കെ അവിടെ PhD എടുക്കുകയായിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല മുസ്തഫയുടെ ഈ വലിയൊരു ചോദ്യം, ആരാണ് ക്രൈറ്റീരിയ ഉണ്ടാക്കാൻ ഇവർക്ക് അധികാരം കൊടുത്തത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സ്വന്തമായിട്ട് ക്രൈറ്റീരിയ ഉണ്ടാക്കുക എന്നാണല്ലോ ചോദിച്ചത്. ആ വലിയ ചോദ്യത്തിന് ഒരു ചെറിയ മറുചോദ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ആദ്യമായിട്ട് ആരാണ് PhD എടുത്തിട്ടുള്ളത്? ഈ PhD എടുത്തിട്ടുള്ള ആൾ അയാൾക്കുള്ള ക്രൈറ്റീരിയ അയാൾ തന്നെ ഉണ്ടാക്കുകയായിരുന്നുവോ, അതോ PhD എടുക്കാത്ത പണ്ഡിതന്മാരാണോ ഇതിന് ക്രൈറ്റീരിയ ഉണ്ടാക്കിയിട്ടുള്ളത്? PhD എടുക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അതിനുള്ള യോഗ്യത എന്താണ്?
ഇനി PhD എടുത്ത ആൾ അയാൾക്ക് വേണ്ടി തന്നെ ക്രൈറ്റീരിയ ഉണ്ടാക്കിയതാണെങ്കിൽ ഇവിടെ ഈ ഇമാമുകൾക്ക് തങ്ങൾക്ക് വേണ്ടി ക്രൈറ്റീരിയ ഉണ്ടാക്കുന്നതിനുള്ള തടസ്സം എന്താണ്? ഇനി ചരിത്രം പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഹദീസ് നിവേദനവുമായി ബന്ധപ്പെട്ട ഈ വ്യവസ്ഥകൾ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ മാത്രമുള്ളതാണോ? അവർ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുള്ളത് ശരിയാണ്. ഒരു ഹദീസ് സഹിയാവാൻ ഇമാം ബുഖാരിയാണ് കർക്കശമായിട്ടുള്ള നിർദ്ദേശം തന്നെ വ്യവസ്ഥ വെച്ചിട്ടുള്ളത്. അത്രത്തോളം കർക്കശമല്ല മറ്റുള്ളവരുടേതൊന്നും. എന്നാൽ ഈ വ്യവസ്ഥകൾ പലതും നേരത്തെ തന്നെ സഹാബിമാർ തൊട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൊട്ട് ഇങ്ങോട്ടുള്ള സഹാബിമാരും താബിഈകളും മുസ്തഫ തന്നെ എടുത്ത് പറയുന്ന ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി, അഹ്മദ് ബിൻ ഹംബൽ തുടങ്ങിയുള്ളവരൊക്കെ ഈ വ്യവസ്ഥ നേരത്തെ സ്വീകരിക്കുകയും അതനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്തവരാണ്. ഇനി എവിടെ നിന്നാണ് ഈ വ്യവസ്ഥ എടുത്തതെന്ന് ചോദിച്ചാൽ മുസ്തഫ തന്നെ ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം, പിന്നീട് അതിനനുസരിച്ചുള്ള ഇജ്തിഹാദ് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഇജ്തിഹാദ് ഇവർക്ക് നടത്താൻ പാടില്ല എന്നുണ്ടോ? വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇജ്തിഹാദ് നടത്തിയിട്ടാണ് സഹാബിമാർ, താബിഈകൾ, മദ്ഹബിൻ്റെ ഇമാമുകൾ, ഈ മുഹദ്ദിസുകളൊക്കെ തന്നെ ഈ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഇത് സംബന്ധിച്ച് ബാലപാഠം അറിയുന്ന ഏത് കുട്ടിക്കും അറിയാവുന്നൊരു സംഗതിയാണ്. എന്നിട്ടാണ് മുസ്തഫ ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങളും ഉഡായിപ്പുകളുമായിട്ട് നടത്തുന്നത്. അപ്പോൾ മുസ്തഫ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, മുസ്തഫ ഹദീസ് സ്വീകരിക്കുമല്ലേ? സ്വീകരിക്കുകയില്ലെങ്കിൽ പിന്നെ ഞാൻ ഹദീസ് തള്ളില്ല, ഞാനും ഹദീസ് പിന്നെ പറയുന്നുണ്ട് എന്ന് മുസ്തഫ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? ഇനി സ്വീകരിക്കുമെന്നാണെങ്കിൽ ഇവരൊന്നും പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകളൊന്നും മുസ്തഫക്ക് സ്വീകാര്യമല്ലെങ്കിൽ മുസ്തഫയുടെ ഉപാധികൾ, ഹദീസ് സ്വീകരിക്കാനുള്ള ഉപാധികൾ എന്താണ്? മുസ്തഫ സുന്നികളുടെയും ഷിയാക്കളുടെയും ഒന്നും ഹദീസ് മുസ്തഫ സ്വീകരിക്കുന്നില്ല എന്നാണ്. കാരണം രണ്ടു കൂട്ടർക്കും ഹദീസ് ഉണ്ട്, ഒരു കൂട്ടർ മറ്റൊരുടേത് അംഗീകരിക്കുന്നില്ല. ഇത് തന്നെ ഹദീസ് സ്വീകാര്യമല്ല എന്നതിൻ്റെ തെളിവാണെന്നും പറയുന്നുണ്ട് അതിൻ്റെ അടുക്ക്. അപ്പോൾ എവിടെയാണ് ഈ മനുഷ്യൻ ഉള്ളത് എന്ന് അയാൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അയാൾ സ്വന്തം ശ്രോതാക്കളെയും ഇയാൾ പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമല്ല എന്ന് പറയുന്ന പാവങ്ങളെയും ഒക്കെ വഞ്ചിക്കുകയും അവരെ ഒരു തരം വിഭ്രാന്തിയിൽ അകപ്പെടുത്തുകയും ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CH മുസ്തഫ ഇത്തരം ഉഡായിപ്പുകളൊക്കെ നിർത്തിയിട്ട് കാര്യങ്ങളൊന്ന് വെട്ടിത്തുറന്ന് പറയാം. ഒന്നുകിൽ ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറയാം, അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയാം. ഉണ്ടെങ്കിൽ അതിനുള്ള വ്യവസ്ഥ എന്താണ് CH മുസ്തഫയുടേത്? ആ വ്യവസ്ഥ മുസ്തഫയ്ക്ക് എവിടെ നിന്ന് കിട്ടി? ഇതും അദ്ദേഹം പറയേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇത് പൂർവ്വ പണ്ഡിതന്മാരെ അസഭ്യം പറയുകയും അവരൊക്കെ ഗൂഢാലോചനയിലൂടെ ഉമവി ഭരണാധികാരികളുമായിട്ട്, ഇല്ലാത്ത ഭരണാധികാരികളുമായിട്ടേ, അവർ ജീവിച്ച കാലഘട്ടത്തിൽ ഇല്ലാത്ത ഭരണാധികാരികളുമായിട്ടാണ് അവർ ഗൂഢാലോചന നടത്തിയിട്ട് ഈ ഹദീസൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതെന്നാണല്ലോ ഈ മനുഷ്യൻ പറയുന്നതിൻ്റെ താല്പര്യം. അപ്പോൾ എന്താണ് പറയുന്നത് എന്നുള്ളത് പോലും ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നതാണ് ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.